സനാതനധർമ്മത്തെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും ഒരു മിനിമം കാര്യങ്ങൾ നമുക്ക് അറിയണം. ആ മിനിമം കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നാം സംസാരിക്കുന്ന വാക്കുകൾ യഥാർത്ഥ അർത്ഥം പറയുന്ന ആൾക്കറിയില്ല, കേൾക്കുന്ന ആൾക്കും അറിയില്ല. പറയുന്ന ആള് വ്യാവഹാരിക ലോകം എന്ന് പറയും, വ്യവഹാരത്തിന് ഉപയോഗിക്കുന്നത്. അതിനാ വാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് ആ വാക്കാട് പറയും. ആത്മാഭിമാനം എന്നൊക്കെ പറയും. എന്താണോ അതിൻ്റെ അർത്ഥം? അതെന്ന് പറഞ്ഞോടൊപ്പം എല്ലാവരും പറയുന്നതാണല്ലോ. ധാർമ്മികതയുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? അങ്ങനെയൊന്നും ആലോചിച്ചിട്ടല്ല. അപ്പം കേൾക്കുന്ന ആളോ, കേൾക്കുന്ന ആൾ ഒന്നും ആലോചിക്കുന്നില്ല, അയാൾ വേറൊരു അർത്ഥമാണ് കിട്ടുന്നത്. അപ്പം ഇവര് തമ്മിൽ തർക്കം തുടങ്ങി. ചിലപ്പോൾ രണ്ടു കൂട്ടരും ഒരേ കാര്യവും പറയാം. കേൾക്കുന്ന മൂന്നാമനും തർക്കത്തിൽ പങ്കുചേരും. എന്നിട്ട് പറയും, അങ്ങനെ വാക്കിൻ്റെ അർത്ഥം നോക്കിയിട്ടൊന്നല്ല നമ്മൾ സംസാരിക്കണ നിത്യജീവിതത്തിൽ എന്ന് നമ്മൾ പറയുകയും ചെയ്യും. പക്ഷെ അങ്ങനെയല്ല. ഭാരത പര്യടനം എന്നൊരു തലക്കെട്ട് ഇതിനുണ്ടല്ലോ. എന്താണ് ഭാരത പര്യടനം എന്ന് പറഞ്ഞാൽ? എന്നാൽ പിന്നെ വേറെ രാജ്യത്തെക്കുറിച്ചും പര്യടനം എന്ന് പറഞ്ഞോളൂ. എങ്ങനെ പര്യടനമായത്? ഇത് ഭാരതമാണ്. എന്താ ഭാരതം എന്ന് പറഞ്ഞാൽ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ പോലെ, വേറെ രാജ്യം എന്ന് പറഞ്ഞാൽ പോലെ. ഭാരതം എന്ന് വിളിക്കാൻ കാരണം ഭരത ചക്രവർത്തി ഭരിച്ച രാജ്യം എന്നുള്ളത് മാത്രമല്ല. അങ്ങനെ ആൾക്കിപ്പോൾ ഭാരതം ഒന്നും വിളിക്കണ്ട. അതിനുശേഷം എത്ര ചക്രവർത്തിമാർ വന്നു? രതി എന്ന പദത്തു നിന്നാണ് രഥ, രതി. രതി എന്ന് പറഞ്ഞാൽ ആഗ്രഹം, കാമം, ഇച്ഛ എന്നർത്ഥമൊക്കെ ഉണ്ട് രതി. അതിലത്തെ ഒരു കാര്യം മാത്രമാണ് നമ്മൾ കാമം എന്ന് പറയുന്നത്. എനിക്ക് നോവൽ എഴുതുന്ന കാര്യത്തിൽ രതിയുണ്ട്. വേറൊരാൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ രതിയുണ്ട്. അങ്ങനെ ഈ ലോകം മുഴുവൻ ഏതെങ്കിലും കാര്യത്തിൽ ഒരു ജനതയ്ക്കോ രാജ്യത്തിനോ രതി ഉണ്ടാവും. ഇവിടെ ആകട്ടെ ആ രതി എന്തിനോടാ അറിയോ? ഇതിനോടൊന്നുമല്ല. ഭാസിൽ രതിയുള്ള രാജ്യമാണ് ഭാരതം. അർത്ഥം അവിടെ എത്തി. അവിടെ ആധ്യാത്മിക ജ്ഞാനത്തിലാണ് രതി. ഇതാണ് ഭാരതം. ഇതാണ് ഇവിടുത്തെ മനുഷ്യൻ. ഗംഗയിൽ കുളിക്കാത്തവനും ഹിമാലയം കാണാത്തവനും മനുഷ്യന്മാരുടെ കൂടുതൽ പറയാൻ അർഹതയില്ല എന്ന് ഒരു 40 കൊല്ലം മുമ്പ് കുഞ്ഞുണ്ണി മാഷ് മുറി താമസിക്കുമ്പോൾ മാഷ് എന്നോട് പറഞ്ഞു. എന്തോ വർത്തമാനബുദ്ധിയെ പറഞ്ഞൊരു വരി കേട്ടോ. അത് എന്നെ വല്ലാതെ അങ്ങോട്ട് സ്വാധീനിച്ചു. ഞാൻ ഗംഗയിൽ കുളിച്ചിട്ടുമില്ല, അന്ന് ഹിമാലയം കാണുകയും ചെയ്തിട്ടില്ല. പക്ഷെ മാഷ് തമാശയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനും കുഞ്ഞുണ്ണി മാഷും കൂടി ഗുരുവായൂർ പോയപ്പോൾ അവിടുന്ന് അനൗൺസ്മെൻറ്റ് കേട്ടു. എല്ലാവരും ശ്രദ്ധിക്കുക, പോക്കറ്റടിക്കാരുണ്ട്, പോക്കറ്റടിക്കാരെ ശ്രദ്ധിക്കുക, പേഴ്സ് ശ്രദ്ധിക്കുക, സ്വർണം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ മാഷിനോട് പറയാം. ഇവിടെ വന്നാൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാത്തവർക്ക് ഇപ്പം പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ഇപ്പം അറിയാമല്ലോ. തമാശ പറഞ്ഞാട്ടോ, അനൗൺസ് ചെയ്യേണ്ടെന്നല്ല. ശ്രദ്ധ അതിലേക്കായിരിക്കണം എന്നർത്ഥം. അപ്പോൾ ബാസിലാണ് രതി, ആധ്യാത്മിക കാര്യങ്ങൾ. ഈ ആധ്യാത്മിക കാര്യങ്ങളിലുള്ള രതിയാണ് വ്യക്തികളെ ഉയർത്തുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഭാരതം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഭാരത പര്യടനത്തിന് വലിയ പ്രാധാന്യം ഉണ്ട്. എവിടുന്നാ ഭാരതം തുടങ്ങണം? ഇപ്പം നമ്മൾ അറിയപ്പെടുന്ന ഭാരതം കന്യാകുമാരി മുതൽ ഹിമാലയം വരെ ആണ്. കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള ഭാരതം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ശരീരത്തിൻ്റെ രൂപമാണ്.
നമ്മുടെ ശരീരത്തിന് 6 ആധാര ചക്രങ്ങളുണ്ട്. ആ ആധാര ചക്രങ്ങളുള്ള ശരീരത്തിൻ്റെ രൂപമാണ്. ആ ശരീരത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ അത് ഇപ്പുറത്ത് വേറെ രാജ്യത്തിനില്ലേ, വേറെ രാജ്യത്തിനുണ്ടാവാം. അവരതിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് അതിർത്തി കെട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു വാസ്തുപുരുഷനുണ്ട്. അത് ശരി, അപ്പുറത്ത് വാസ്തുപുരുഷല്ലേ? അതപ്പുറത്ത് 15 സെൻറ്റ് കെട്ടിയ ആൾക്ക് വാസ്തുപുരുഷനുണ്ട്. 1 ഏക്കർ സ്ഥലത്ത് വാസ്തുപുരുഷനുണ്ട്. മതിൽ കെട്ടി 2 ആക്കി, അപ്പോൾ 2 സ്ഥലത്ത് 2 വാസ്തു വന്നു. കേരളത്തിനൊരു വാസ്തുണ്ട്, ഭാരതത്തിനുമുണ്ട്, ഈ ലോകത്തിനുമുണ്ട്. ഇതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സ്ഥലങ്ങൾക്കൊക്കെ കുറച്ച് പ്രത്യേകതകൾ ഉണ്ട്. അങ്ങനെ പ്രത്യേകത ഈ സ്ഥലങ്ങൾക്കുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഉത്തരം കിട്ടിയാലാണ് തുടർന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ പറയുന്ന പുണ്യസ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയാൽ കണ്ണില്ലാത്തവരും രോഗികളും ഭിക്ഷക്കാരും ഇങ്ങനെ തെണ്ടി കിടക്കുന്നതാണ്. ആ സ്ഥലം എങ്ങനെയാണ് പുണ്യസ്ഥലമാവുക? നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സ്ഥലത്ത് ജനിച്ചോണ്ടോ, ജനിക്കുന്ന മോശമെന്നല്ല, അതുകൊണ്ട് കാര്യമില്ല. എൻ്റെ വീട്ടിലെ ടെലിവിഷൻ്റെ അകത്ത് കൂറകളും പാറ്റകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, കൂട് കൂട്ടിയിട്ട്. ഇനിയിപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞാലുണ്ടാവും സൂക്ഷ്മജീവികളൊക്കെ. അപ്പം ആ സൂക്ഷ്മജീവികളിലേക്ക് വർത്തമാനം പറയുമെങ്കിൽ ഞാൻ പറയുകയാണ്, 138 എന്നുള്ള നമ്പർ അടിച്ചാൽ ഇന്ന ചിത്രങ്ങൾ കിട്ടും, ഇന്ന ആളുടെ പ്രഭാഷണമുണ്ട്, പാട്ടുണ്ട്, നൃത്തമുണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അകത്താണ്, ഞങ്ങൾ പാട്ടൊന്നും കേട്ടിട്ടില്ല, നൃത്തമൊന്നും കേട്ടിട്ടില്ല, 138 നമ്പറും ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങൾ എത്ര കാലമായി ഇവിടെ താമസിക്കുന്നു, എന്നാൽ ഞങ്ങൾ കാണണ്ടേ? ഒരു റിമോട്ട് കൺട്രോൾ കയ്യിൽ വരണം. ആ റിമോട്ട് കൺട്രോളിനെയാണ് ഞാൻ ഇപ്പോൾ ഗുരു എന്ന് വിളിക്കുന്നത്. ആ റിമോട്ട് കൺട്രോളിൻ്റെ പ്രവർത്തനം പറഞ്ഞാൽ ഇതും ടി വി ആയിട്ട് ബന്ധിപ്പിച്ച് ആ നമ്പർ അടിക്കുമ്പോൾ അതിൽ കിട്ടും. അല്ലാതെ ടി വിയുടെ അകത്ത് കണ്ടിട്ട് അതിന് മുകളിൽ കൂടെ പാറ്റകൾ ഓടി നടക്കുന്നുണ്ട്. എൻ്റെ ഒരു കഥയുണ്ട്. പല ദേവാലയങ്ങളിലും പോയിട്ട് കുട നഷ്ടപ്പെട്ട കാര്യം. ഒടുവിൽ കഥാനായകൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആഹാ ഇതിനേക്കാൾ പ്രശസ്ത ദേവാലയത്തിൽ പോയി. അവിടെ പോയിട്ട് അയാളൊരു മദ്യഷാപ്പ് കയറി, അവിടെ കുട മറന്നു വെച്ചു. അയാൾ എന്നിട്ട് മുറിയിൽ വന്നപ്പോൾ എതിരായിട്ട് മദ്യപിച്ചിരുന്ന വ്യക്തിയായിട്ട് എന്തോ പരിചയപ്പെട്ടിരുന്നു. ആ ഓർമ്മ വെച്ചിട്ടുണ്ട് അയാൾ അത് കൊടുന്നു കൊടുത്തു. എന്നിട്ട് കാര്യം നമസ്കരിച്ച് പോയി. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, ഇതുമായിട്ട് നമ്മളുടെ മനസ്സ് ശ്രുതി ചേരണം. അപ്പം കന്യാകുമാരി എന്താ, ഹിമാലയം എന്താ, നമ്മുടെ മൂലാധാര ചക്രം എന്താണ്, സഹസ്രാരം എന്താണ്, ആജ്ഞാചക്രം എന്താണ്, ഇതേപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതുമായിട്ട് ശ്രുതി ചേരുമ്പോഴാണ് ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഭാരത പര്യടനം എന്ന് പറഞ്ഞാൽ, ആ പര്യടനം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള പര്യടനമുണ്ട്. ഭാരതത്തെക്കുറിച്ച് അറിയണം, സ്ഥലത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അറിഞ്ഞ് പര്യടനം നടത്തണം. അപ്പോഴാണ് പര്യടനം ആവുള്ളൂ. ഇപ്പോൾ ക്ഷേത്രങ്ങളും ദേവതാ സങ്കല്പവും എന്നുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാനാകട്ടെ പ്രസംഗത്തിൽ കടിച്ചാൽ പൊട്ടാത്ത കാര്യമൊന്നും പറയില്ല. വായനാശീലം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വായന മാത്രമാണ്, വേറെ ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് വായനാശീലം ഉണ്ടോ ചോദിക്കേണ്ട, വായന മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് മണിക്കൂറുകളോളം ഉറങ്ങാതെ കിടക്കുന്നത് ഇത് കടുകട്ടിയാണല്ലോ, എങ്ങനെയാണ് ഇത് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതിനാണ് ശ്രമം പോണത്.
യഥാർത്ഥത്തിൽ ഒരു പ്രഭാഷകനോ അധ്യാപകനൊക്കെ വേണ്ടത് അവർ പഠിച്ചത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം. അതിനെ ഒരു പ്രത്യേക രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനെ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം അറിയണം. ഇവിടെ നമ്മുടെ വീട് ഒരു ക്ഷേത്രമാണ്, സംശയമില്ല. നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണ്. നമ്മുടെ ഈ ശരീരം ഒരു ക്ഷേത്രമാണ്. അല്ല, അതിനകത്ത് വിഗ്രഹമൊക്കെ അവിടെ, അതാണല്ലോ നമ്മുടെ മനസ്സും ആത്മാവും. നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുന്ന ക്ഷേത്രമാണ് ശരീരം, സംശയിക്കണ്ട. ക്ഷതം എന്ന് പറഞ്ഞാൽ വീഴ്ച, ക്ഷതം പറ്റിയെന്നാണ്. വീഴ്ച വെച്ചാൽ വെറുതെ ആ ഒരു വാക്ക് കേൾക്കുമ്പോഴേക്കും കുളിമുടിയിൽ വഴിക്ക് കൂടാതെന്ന് ഓർമ്മയ്ക്കരുത്. ഏത് തരത്തിലുള്ള വീഴ്ചയും. ഗോപാലൻകുട്ടി ഇപ്പം നല്ല സൽപ്പേരുണ്ടായിരുന്ന ആളാണ്, പിന്നെ ഇപ്പം ഒരു ചീത്തപ്പേരിൽ കുടിക്കും. ഇത് ക്ഷതമാണ്, വീഴ്ചയാണ്. ഇന്നാള് വളരെ ആരോഗ്യവാനായിരുന്നു, അതിനിടയ്ക്ക് എന്തോ സംഭവിച്ചു. ഇപ്പം എന്തോ മയക്കുമരുന്നിന് അടിമയാണ്, വീഴ്ചയാണ്. അപ്പൊ ക്ഷതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഴ്ചയും ക്ഷതമാണ്. അപ്പൊ നമ്മൾക്ക് ക്ഷതങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. അതിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം. അപ്പൊ എൻ്റെ ആത്മാവിന് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ നിവൃത്തിയില്ല. അപ്പൊ എന്ത് വേണം? ക്ഷതത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്ന എൻ്റെ ശരീരം വേണം. യാതൊരു സംശയവും വേണ്ട, ശരീരം ക്ഷേത്രമായതുകൊണ്ടുകൂടിയാണ് ശുചിയായി സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ക്ഷേത്രം ശുചിയായി സ്വീകരിക്കണ്ടേ? ആദ്യത്തെ ക്ഷേത്രം നമ്മുടെ ശരീരമല്ലേ? ആലസ്യം എന്ന് പറയുന്നത് നമുക്ക് അറിയാതെ വന്നു ചേരുമ്പോൾ ആലസ്യത്തിൽ നിന്ന് മോചനം നേടണം. മോചനം നേടാൻ പറ്റില്ല. ആലസ്യം നമ്മളെങ്ങനെ കൊണ്ടുപോകും. ഹിമാലയത്തിൽ ഞാൻ നടക്കുമ്പോൾ ഒരു മഹത് വ്യക്തി, വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്, അത് പറഞ്ഞു എന്നോട്, തണുപ്പാണ്, കുളിക്കാൻ പറ്റില്ല, നിൽക്കാകട്ടെ, എൻ്റെ ഒരു ശീലമാണത്. അപ്പം അദ്ദേഹം വളരെ വൃദ്ധനാണ്, തണുപ്പത്ത് കുളിക്കാൻ പറ്റില്ല, അവിടെ കുറ്റല്ല. അപ്പം ഞാൻ അനുകൂലമായിട്ടൊന്ന് പറഞ്ഞൊരു വരി, ഹിംസയുടെ വ്യാഖ്യാനത്തിൽ നമ്മുടെ ശരീരത്തിനെയും ഹിംസിക്കരുത്. ഇഷ്ടായി, കറക്റ്റ് വിയാർദാദം പറഞ്ഞത്, ശരീരത്തിനെ ഹിംസിക്കരുത്, ഇന്ന് കുളിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത് സംസാരിക്കുന്ന ദിവസം ഇവിടെ കോഴിക്കോട് മഴ പെയ്യുന്നുണ്ട്, തണുപ്പുണ്ട്. ആ പഴയ സംഭവം ഞാൻ വെറുതെ ഓർത്തപ്പോൾ എൻ്റെ മനസ്സ് പറയാണ്, എന്നാലിപ്പോൾ ഒന്ന് കുടി ഒഴിവാക്കാം, നല്ല തണുപ്പുണ്ട്, ഒരു ദിവസം കുളിച്ചില്ല വെച്ചിട്ട് ശരീരത്തിനെ പീഡിപ്പിക്കരുത്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മനസ്സ് പറഞ്ഞു, ഈ വക കാലസ്യത്തിലേക്ക് പതിക്കാൻ ഈ ന്യായമൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് കുളിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഒരു ദിവസം 2 തവണ കുളിക്കാൻ. അങ്ങനെ വരുമ്പോൾ ക്ഷതത്തിൽ നിന്ന്, വീഴ്ചയിൽ നിന്ന് ഉയർത്തണം, മാനസികമായി ഉയർത്തുന്നത് ശരീരം ക്ഷേത്രമാകുന്നു. അപ്പൊ ശരീരത്തിനെ ഒരു ആത്മാവ് പോലെ ആകെ കരുതിയാൽ അതിൻ്റെ ക്ഷേത്രം ഏതാ? നാം താമസിക്കുന്ന വീട്. നാം താമസിക്കുന്ന വീട് ക്ഷേത്രമാകുന്നു. വീടിന് ഒരു വാസ്തുവുണ്ട്. അതുകൊണ്ടാണ് അശുചിയായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. പലപ്പോഴും ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ഒഴിവാക്കാമെന്ന് ഞാൻ പലതും പറയും. അപ്പോൾ വീട്ടിലുള്ള ബാക്കി അങ്ങനെ അതവിടെ നോട്ട്, അത് ആവശ്യം വരും. കണ്ണടച്ച് ഒഴിവാക്കിയില്ലെങ്കിൽ ഇത് പോവില്ല. ഇനി ഏതെങ്കിലും കാലത്ത് ഇത് ആവശ്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അപ്പം അത് വേറെ വാങ്ങുക ചെയ്തതെന്ന് ഓർക്കില്ല. അത്ര ചതുരശ്ര അടി നമുക്ക് നഷ്ടപ്പെടും. വീട് ക്ഷേത്രമാണ്. വേസ്റ്റ് എന്ന് നമുക്ക് തോന്നുന്നത് വീട്ടിൽ വെക്കരുത്. വേറൊരു പ്രഭാഷണത്തിൽ എപ്പോഴെങ്കിലും ഞാൻ പറയും, വേസ്റ്റ് എന്ന് കൊണ്ടൊന്നും ഇല്ല എന്ന് വേറെ പറയും. അത് ആ സന്ദർഭം കൂടി ആലോചിക്കണം. രാത്രി വാലടയ്ക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടിൻ്റെ ഒരു ഭാഗത്ത്
നായക്കാഷ്ടം കണ്ടു. കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾക്ക് അന്നമാണ് എന്ന് പറയുമ്പോൾ അത് വേസ്റ്റ് അല്ല. പക്ഷെ നമ്മൾ അതിനെ വേസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഈ വീട് നമ്മുടെ ആയിട്ടാണ് കാണുന്നത്. അപ്പം അത് കിടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. അപ്പം അത് വൃത്തിയാക്കണം. നമ്മൾ അതിനെ കാണുന്നത് വേസ്റ്റായിട്ടാണ്. ഒരു അവധൂതൻ ഇത് ബാധകം അല്ല. തിരുവണ്ണാമലയിലെ മൂക്കുപ്പൊടി സ്വാമികൾ എന്നുള്ള സിദ്ധൻ മരിക്കുന്നതിൻ്റെ 10 ദിവസം മുമ്പ് ഞാൻ കാണാൻ പോയി. അപ്പം അദ്ദേഹം അവിടെ തറയിൽ കിടക്കുക. ആ രൂപമൊക്കെ ഒരു പ്രത്യേക തരം ആരും ശ്രദ്ധിക്കപ്പെടാത്ത രൂപമാണ്. ശരീരത്തിൽ നിന്ന് അകന്ന അവധൂതന് ഇത് ബാധകമല്ല ഈ കാര്യം. പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യരായതുകൊണ്ട് വീട് ക്ഷേത്രമാണ്. വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവനവൻ്റെ വീടിനെ തുഴുന്നവർ ഉണ്ട്. ഏതൊരു ക്ഷേത്രത്തിൽ വലം വയ്ക്കും മാതിരി വീട് വലം വയ്ക്കും. ഞാൻ കൂട്ടത്തിൽ കൂടെ ഒരു സ്വന്തം കാര്യം പറയട്ടെ, ഞാനങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നടക്കുന്ന ചില കാര്യം കൂടി ഉണ്ട്. ഈ വലം വയ്ക്കുന്നതിൻ്റെ കൂടെ ഞാൻ രാവിലെ ഉണ്ടായി കഴിക്കുന്ന ഒരു മരുന്ന് പൊട്ടിക്കലും നടന്നു. വീടാകുന്ന ക്ഷേത്രം വലം വയ്ക്കലും അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നടന്നു. തീർന്നില്ല. ആ സമയത്ത് കൃഷ്ണനെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കും. എന്താ കൃഷ്ണനെക്കുറിച്ച് ധ്യാനിക്കാൻ കാരണം? കൃഷ്ണൻ അനവധി അസുരന്മാരെ നിഗ്രഹിച്ചിട്ടുണ്ട്. ആ അസുരന്മാരെ മുഴുവൻ നമ്മൾ നിഗ്രഹിക്കണം. ഇവിടെ അസുരൻ എന്ന് പറഞ്ഞൊരു രൂപമല്ല. അസുരൻ എന്നൊരു പദത്തെക്കുറിച്ച് മാത്രം അർത്ഥം പറയുമ്പോൾ കുറേ നേരം വരും. കൃഷ്ണൻ പറഞ്ഞു നെഗറ്റീവിനെ ഒഴിവാക്കുക. അതുകൊണ്ടാണ് കാളിയനെ മർദ്ദിച്ച് ഇവിടെ നിൽക്കണ്ട, പോയിട്ട് വേറെ സ്ഥലത്തേക്ക് പോയിക്കോ, ഇവിടെ വേണ്ട. അപ്പം നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്ന കാര്യങ്ങളെ തൽക്കാലം ഒഴിവാക്കണം. ഭൂമുഖത്തിന് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് എന്നും ഉണ്ടാകും. പക്ഷെ നെഗറ്റീവായി കാണുന്നതിനാൽ കൃഷ്ണൻ പറഞ്ഞത് പലതുമുണ്ട്. നമ്മൾ പുല്ല് എന്ന് പറഞ്ഞ സാധനം അവിടെ പുല്ലിങ്ങനെ മുളച്ച് വെക്കണം. ആ പുല്ലിനെ ഔഷധമായിട്ടല്ല നമ്മൾ കാണുന്നത്. അപ്പം തൃണാവർത്തനെ നിഗ്രഹിച്ചു. തൃണം പുല്ല്. അതേമാതിരി നിസ്സാര കാര്യങ്ങളെ ആവർത്തിച്ച് പറഞ്ഞ് ജന്മം വേസ്റ്റാക്കുന്നവരെയാണ് പറഞ്ഞത്. എങ്കിൽ പോലും ആ നടത്ത വഴി വീടിനെ നമുക്ക് പോസിറ്റീവ് ആക്കണം. വീട് നിലനിൽക്കുന്ന ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൽ നിലനിൽക്കുന്ന ഓർക്കാൻ ഗ്രാമത്തിൽ ക്ഷേത്രം ഉണ്ട്. ആ ഗ്രാമം നിലനിൽക്കുന്നത് അതിനേക്കാൾ വലിയൊരു സ്ഥലത്താണ്. അവിടെ ക്ഷേത്രം വേറെയുണ്ട്. അപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷതത്തിൽ നിന്ന് താരണം ചെയ്യുന്ന ക്ഷേത്രങ്ങൾ, പലതരം ക്ഷേത്രങ്ങൾ ഉണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ പല ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. അതിൽ മഹാക്ഷേത്രങ്ങൾ ഉണ്ട്, സാധാരണ ക്ഷേത്രങ്ങളുണ്ട്, അമ്പലങ്ങളുണ്ട്, കാവുകളും ഉണ്ട്. ഒന്നും മോശമല്ല. ഇതിലെ ഏതെങ്കിലും ഒന്ന് വലുത് ചെറുതൊന്നും ഇപ്പോൾ പറഞ്ഞില്ല. മഹാക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ കാവുകളുണ്ട്, അമ്പലങ്ങൾ ഉണ്ട്. ഇതിൽ ആദ്യം ഒരു സംശയം തീർക്കണം. എങ്ങനെ ഇതിനകത്തൊക്കെ ദൈവം? ഒരമ്പലത്തിൽ ഒരു പ്രധാന ദൈവം, പിന്നെ ഉപദൈവം എന്നാ പറയുന്നത്. ഞാൻ എപ്പോഴും പോകുന്ന ക്ഷേത്രമാണ് മൂകാംബിക. മൂകാംബി പോയിരുന്നെങ്കിൽ മൂകാംബിക മാത്രമാണ് അവിടെ. മൂകാംബികയിലേക്ക് പോകുമ്പോൾ വലംബിരി ഗണപതി മൂകാംബിക ക്ഷേത്രത്തിന് മുമ്പിലാണ്. നേര് പറഞ്ഞാൽ വലംബിരി ഗണപതിയുടെ മഹത്വം പറയാൻ അവസരം കിട്ടിയിട്ടില്ല. ഒരു സത്സംഗത്തിന് ഒരു 2 മണിക്കൂർ സഹസനൊക്കെ കിട്ടണ്ട മിണ്ടാതെ എന്തായി വലംബിരി ഗണപതി എന്ന് പറയാൻ?
അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഹനുമാനുണ്ട്, പല പ്രതിഷ്ഠയും മൂകാംബിയിൽ വേറെയുണ്ട്. ഒക്കെ ദൈവം തന്നെ എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ പേര് ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഫുൾ സ്റ്റോപ്പ്. ദൈവം ഒന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇനി നമുക്ക് ദൈവത്തെ പറ്റി പഠിക്കുമ്പോൾ എന്താവണം? ശരി, ഒന്നേ ഉള്ളൂ, ഒന്നെന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? ഭാരതം ഒന്നേ ഉള്ളൂ. അപ്പോൾ ഭാരതത്തെ പറ്റി ക്ലാസ് എടുക്കാനായിട്ട് പ്രൊഫസർ വരുമ്പോൾ ഭാരതം ഒന്നേ ഉള്ളൂ, അല്ല അങ്ങനെ ഉജ്ജയിനി, ഭാരതം ഒന്നേ ഉള്ളൂ, ശരിയാവില്ല. മനുഷ്യന് ഒരു ശരീരമേ ഉള്ളൂ. ഇത് കേൾക്കുന്നവർക്കൊരു ശരീരമേ ഉള്ളൂ, പി ആർ നായന് ഒരു ശരീരമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ശരീരമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസ് ഒന്നും പഠിക്കലുണ്ടാവില്ല. പഠിക്കണമെങ്കിൽ എന്താണ്? സെക്ഷനായിട്ട് വേർതിരിക്കാതെ എങ്ങനെ പഠിക്കുക? മനുഷ്യ ശരീരം ആകെ ഒന്നേ ഉള്ളൂ. ആകെ ഒരു ചോരയേ ഉള്ളൂ എന്ന് പറഞ്ഞാലോ, ഒരു ചോര, ഒക്കെ മനുഷ്യനൊരു ചോരയേ ഉള്ളൂ. പറ്റില്ല. പലതരം ചോരയുണ്ട്. പഠിച്ചു വരുമ്പോൾ ഇനി ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ഇതിൻ്റെ എണ്ണം വർദ്ധിക്കും. ശാസ്ത്രം പുരോഗമിച്ചു വരുമ്പോൾ ഇപ്പം 4 തരം ചോരയുള്ളൂ, അത് 4000 40,000 മാറും. യന്ത്രവൽകൃതമായ രീതിയിലൊക്കെ നടക്കുമെങ്കിൽ പോലും എപ്പോൾ സൂക്ഷ്മത്തിലേക്ക് പോകുന്നോ സംഗതി മാറ്റും. സ്ഥൂലത്തിൽ നമുക്കിത് പറയാം. അപ്പം ഈശ്വരൻ ഒന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ സൃഷ്ടി നടത്തുന്നത് ആരാ? ഈശ്വരൻ. അപ്പം സൃഷ്ടി ഇതൊന്നുമില്ല, സ്ഥിതിയില്ല, സംഹാരമില്ല, പറ്റില്ല. സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവ്. ഈ സ്ഥിതി ആരാണ്? വർത്തമാനകാലം വിഷ്ണു. സംഹാരം ശിവൻ. ഇങ്ങനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തുമ്പി പറന്നിരിക്കുന്നു. എവിടെ? പി ആർ നാഥൻ എന്ന് പറഞ്ഞാൽ പി ആർ നാഥന്റെ തലയിലെന്ന് പറയണ്ടേ, തോളിലെന്ന് പറയണ്ടേ? പി ആർ നാഥൻ ഒന്നല്ലേ ഉള്ളൂ. തോളത്ത് തുമ്പിയിരിക്കുന്നു, അപ്പൊ തോളെന്ന് പറയണം. ഇതുപോലെ എപ്പോൾ നമ്മൾ ശാസ്ത്രീയ വിശകലനത്തിൽ ഇറങ്ങുന്നോ അതിനെ 2 ആക്കും, 4 ആക്കും, 20 ആക്കും, 200 ആക്കും, 2000 ആക്കും. അച്ഛനോട് കുട്ടി ചോദിച്ചു, വിമാനം എവിടെ? ആ കാണാണ് വിമാനം. അങ്ങനെയാണെന്ന് വെച്ചാൽ ആ കുട്ടി വലുതായിട്ട് വൈമാനികനാവാൻ പോയി ആ വിമാനം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതിയോ? അത് എത്രയോ ഘടകങ്ങളുടെ ചേരുവയാണിത്. ആ ഘടകങ്ങൾ വീണ്ടും വീണ്ടും സൂക്ഷ്മത്തിലേക്ക് പോകണം. അപ്പൊ ദേവത എന്നാണ് അടുത്ത വാക്ക് പറഞ്ഞത്. ഓരോ വാക്കിന്റെ അർത്ഥം പറയാതെ നമുക്ക് വിഷയത്തിലേക്ക് കയറാൻ പറ്റില്ല. അനവധി ദേവതകളുണ്ട്. 33 കോടി ദേവതകൾ ഉണ്ട്. കൃത്യം 33 കോടിയാണോ? അല്ല. ഏറ്റവും വലിയൊരു സംഖ്യയെ പറയുമ്പോൾ 33 എന്ന് പറയും. ഈ നെഗറ്റീവായിട്ടുള്ള ദേവതകളുണ്ട്, പോസിറ്റീവ് ദേവതകളും ഉണ്ട്. നെഗറ്റീവ് ദേവതകൾ ഈ ലോകത്ത് ആവശ്യമാണ്. അത് നെഗറ്റീവ് അല്ല. തൽക്കാലം നമ്മൾ നെഗറ്റീവ് എന്ന് പറഞ്ഞേ ഉള്ളൂ. നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് ഇല്ല. അത് 66 കോടിയുണ്ട്. 33, 66, 99. 99 നെഗറ്റീവ് ഇതിന്റെ കൂട്ടത്തിൽ ഇല്ലാതെ ശരിയാവില്ല. ഇന്നാള് ഉയരം കൂടിയ ആള് എന്ന് നമ്മൾ പറയാൻ കാരണം എന്താ? ഇപ്പുറത്ത് ഉയരം കുറഞ്ഞ ഒരാൾ നിൽക്കണം, അപ്പോഴല്ലേ ഉയരം കൂടിയ ആളെന്ന് പറയുള്ളൂ. അതുപോലെ ഏതെങ്കിലും കാര്യത്തിന് ഈ നെഗറ്റീവ് ആവശ്യവുമാണ്. പക്ഷേ നമ്മൾ പോസിറ്റീവിനെയാണ് നമ്മൾ ശ്രദ്ധിക്കാറ്. 33 കോടിയും 66 കോടി നെഗറ്റീവ് ദേവതകളുണ്ട്. അത് എവിടെയുണ്ട്? ക്ഷേത്രത്തിലും അമ്പലത്തിലും നല്ല പതിവ്. ഒരു കടുകുമണിയിലുമുണ്ട്, നമ്മുടെ ശരീരത്തിലുമുണ്ട്, ഏത് ജീവിയെ എടുത്താലും ഉണ്ട്, ഒരു പരമാണുവിലുണ്ട്. ഇപ്പം ഏറ്റവും ചെറുതെന്ന് നമ്മൾ പറഞ്ഞത് കൊറോണ വൈറസിനെയാണല്ലോ കണ്ടുപിടിക്കാൻ പറ്റാത്തത്.
ആ കൊറോണ വൈറസിൻ്റെ അകത്ത് 33 കോടി ദേവതയും 66 കോടി നെഗറ്റീവ് ദേവതകളുണ്ട് കൊറോണ വൈറസിൻ്റെ അകത്ത്. എന്നിട്ടോ അതിൽ ഓരോന്നിലും ഉണ്ട്. ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെയും അവസാനിക്കില്ല. ഇതാണ് ദേവത എന്ന് പറയുന്നത്. ആ ദേവതകള് എല്ലാത്തിലും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, സജീവമായി നമ്മളിലും ഉണ്ട് ദേവത എന്നത്. നമ്മളുടെ മനസ്സ് എപ്പോഴും ഒരേ മൂഡിലാണോ? ഞാനിത് സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ എന്നിൽ ഏത് ദേവതയാണ് പ്രസാദിക്കുന്നത്? അക്ഷരങ്ങളുടെ ദേവത. അക്ഷരങ്ങളുടെ ദേവത ആരാ? മൂകാംബിക. ആ ദേവത ഇത് നിർത്തി സംസാരിക്കുന്ന ആളുടെ കുട്ടി മടിയിൽ വന്നിരുന്നു. അപ്പം ഞാൻ എന്തായി? തലോടി. അവിടെ എന്നിൽ മാതൃഭാവം വന്നു. അപ്പോൾ പരാശക്തിയാണ് എന്നിൽ പ്രകാശിക്കുന്നത്. ഒരു പശു കുട്ടിയെ നക്കി തോർത്തുമ്പോൾ വരെ. അത് കഴിഞ്ഞിട്ട് അഡ്മിനിസ്ട്രേറ്ററായിട്ട് മാറും നമ്മൾ. 33 കോടി ദേവതകൾ നമ്മളിൽ മാറി മാറി ഇങ്ങനെ ഭരിക്കുകയാണ്. ഹനുമാൻ, അഹങ്കാരമില്ലാത്ത അവസ്ഥ, പക്വത. ഓരോ ദേവതയും ഓരോന്നിന് നമ്മുടെ ജീവിതത്തിൽ ഹനുമാനാവുന്നുണ്ട്, രാമനാവുന്നുണ്ട്. പല സമയത്തും. ചില സമയത്ത് നമ്മൾ കൃഷ്ണനാവുന്നുണ്ട്, ചില സമയത്ത് നമ്മൾ പ്രവാചകനാവുന്നുണ്ട്. ആ പ്രവാചകനാവുമ്പോൾ നമ്മളെ വ്യാസൻ എന്ന് വിളിച്ചോളൂ, വ്യാസനും ദൈവമാണ്. ഈ 33-ഉം നെഗറ്റീവ് 66 ഉണ്ട്. 66 കോടി ഇരട്ടിയുണ്ട്. ഈ 99 കോടിയും കൂടി ഒരു കളി കളിക്കുകയാണ് ഇവിടെ. ഇതിൽ ദേവതാ ഉപാസന ചെയ്യുന്നവര് ഇതിൽ നിന്ന് അവർക്ക് പ്രിയപ്പെട്ട ഒരു ദേവതയെ തിരഞ്ഞെടുത്തു. നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഞാൻ ബാല്യം മുതൽക്ക് 13 വയസ്സ് മുതൽക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്ക് പരാശക്തിയുടെ ഉപാസകനാണ്. അക്ഷരരൂപത്തിലുള്ള ദേവി. ബാക്കി ഒന്നും മോശമല്ല. ഗുരുനാഥൻ എന്നെ ദൈവമായി കാണും. ഗുരു എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഗുരുവും ദൈവവും ഒരുമിച്ച് വന്നാൽ ഗുരുവിനെ ആദ്യം വണങ്ങണം. സത്യസായി ബാബ മഹാനായ ഗുരുനാഥനാണ്. അദ്ദേഹത്തെ പോയി കാണുമ്പോൾ ആ ദേവതാ സങ്കല്പം നമ്മൾ ഉദ്ദീപിക്കും, പോയി കാണണം. ഇതിൽ മോശം എന്നൊരു കാര്യമില്ല. ദുർദേവതകളെ ഉപാസിക്കുമ്പോൾ എന്താണ്? അവർ നെഗറ്റീവാണ്. ആ ദേവതകൾക്ക് ഇഷ്ടം മദ്യം കഴിക്കുന്നതും മയക്കുമരുന്നും ഇഷ്ടപ്പെടുന്ന ദേവതകൾ ഉണ്ടാകാം. നമുക്കത് വേണോ എന്നേ ഇപ്പം ചോദ്യമുള്ളൂ. ഈ ഭൂമിയിൽ ഒന്നും നെഗറ്റീവല്ല. മകൻ ചോദിക്കുകയാണ്, നല്ല സിനിമയാണ് സെക്കൻഡ് ഷോ, ഞാൻ പോട്ടെ. സെക്കൻഡ് ഷോ സിനിമ മൂശ. എല്ലാ സിനിമയും കാണുന്ന ആളാണ് ഞാൻ. ഈ കഥ എഴുത്തിൻ്റെ ഒക്കെ തിരക്കിൽ പോയിട്ട് സെക്കൻഡ് ഷോ ആണ് കാണും. അപ്പം എന്നോട് ഒരു ആൾ ചോദിച്ചു, വീട്ടിൽ പാരുണ്ട്. ഇപ്പം ഇങ്ങനെ വൈഫ് വിളിച്ചപ്പോൾ വന്നില്ല. ഇങ്ങനെ മഴ പെയ്യുന്നൊരു ദിവസം സെക്കൻഡ് ഷോന് ഇന്ന അവസരത്തിൽ നിങ്ങളല്ലാതെ എത്ര പൊട്ടനാണോ? കാര്യം എന്താ? ഞാൻ കഥ എഴുത്തുകാരനാണ്. അതിലെ സംഭവം എന്താണെന്നും ഏത് സബ്ജക്റ്റാണെന്നും എനിക്ക് അറിയണം എന്നുള്ളതുകൊണ്ടാണ് പോണത്. ആ ദേവത എന്നിലുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് നാളെ പരീക്ഷ എഴുതുന്ന മകനോട് ഇപ്പം അതിന് പോണ്ടെന്ന് പറയും. നാളെ പരീക്ഷയാണ്. ഇപ്പം ഈ ദേവത എല്ലാം ഉപാസിക്കുന്നുണ്ട്. ഫുട്ബോൾ കളിക്കുന്നത് നല്ലത്. അത് നമ്മുടെ എനർജി എന്ന ദേവതയാണ് ഉപാസിക്കുന്നത്. അപ്പം ഇതിൽ ഒന്നും മോശം എന്ന് പറയാനില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദേവതയെ തിരഞ്ഞെടുക്കാം. മൂകാംബിക എന്ന് പറഞ്ഞാൽ തിരുവണ്ണാമലയിൽ വേറൊരു ദേവതയാണ്, അത് മോശമല്ല. കന്യാകുമാരിയിൽ മറ്റൊരു ദേവതയാണ്. അങ്ങനെ വരുമ്പോൾ ഏത് ദേവതയും പൂജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ക്ഷേത്രത്തിൽ ഈശ്വരനല്ല, ദേവതയാണ് ഉള്ളത്. അപ്പം ഈശ്വരനോ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി.
ഏതൊരു കാര്യം തീരുമാനിക്കണമെങ്കിലും ആദ്യം ഒരു ഇച്ഛാശക്തി വേണം. അത് ശരിയാവണമെന്ന് തോന്നുമോ? അത് കഴിഞ്ഞിട്ടോ രാ അവസാനത്തെ അക്ഷരം ശ്വാസം ശ്വാസം ആ ശ്വാസം എന്നുള്ളത് ശ്വ. രാ അഗ്നിതത്വം മൂവ്മെന്റ് ഉണ്ടാക്കുന്നത്. രാ എന്ന് പറഞ്ഞാൽ ആ അക്ഷരം കുറെ തവണ ജപിച്ചാൽ നമുക്ക് വിശപ്പ് മാറും. ഭയങ്കര തണുപ്പുള്ള സമയത്താണെങ്കിൽ രാമ 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 എന്നിങ്ങനെ ജപിച്ചുകൊണ്ടിരുന്ന രാ എന്നുള്ള അക്ഷരം അഗ്നിതത്വമാണ്, അഗ്നിയുടെ ബീജമാണ്. അതിനൊരു തീപ്പെട്ടിക്കൊള്ളി എന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ. ഒരു തീപ്പെട്ടിക്കൊള്ളി ആയിട്ട് കത്തിച്ച അഗ്നിയായിട്ട് കത്തുന്നതാണ് രാ. അതിൽ നിന്നാണ് രാമ എന്നുള്ള വാക്ക് വന്നത്. രാമ രാമ എന്ന് പറയുമ്പോൾ വിശപ്പ് താനെ ഉദ്ദീപിക്കും. കാരണം ജഠരാഗ്നിയുടെ ഉദ്ദീപിക്കും. രാമൻ മണിപൂര ചക്രത്തിൻ്റെ ആളാണ്. ആ മണിപൂര ചക്രത്തിൻ്റെ ദേവതയാണ് അയോധ്യയിലുള്ളത്. അതുകൊണ്ടാണ് അയോധ്യ ഭരിച്ച ചക്രവർത്തിമാര് സൂര്യവംശത്തിലെ എന്ന് പറയുന്നത്. സൂര്യവംശം എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് അർത്ഥം. ബുദ്ധി, തെളിഞ്ഞ ബുദ്ധി. അപ്പം ഇന്ന് കുറച്ച് മുമ്പ് കുറച്ച് യുവാക്കൾ സംസാരിക്കുമ്പോൾ ഹനുമാൻ സൂര്യനെ വിഴുങ്ങിയില്ലേ എന്ന് അറിയുമ്പോൾ ഒരു വ്യക്തിയുടെ കണ്ണിൽ എന്തൊക്കെ പൊട്ടത്തര. പിന്നെ സൂര്യനെ അങ്ങോട്ട് വിഴുങ്ങി. പിന്നെ സൂര്യൻ എന്ന് പറഞ്ഞാൽ അറിവ്, ജ്ഞാനം, ബുദ്ധി എന്നാണ്. അല്ലാതെ ഈ സൂര്യനെ വിഴുങ്ങുക, ആ വിഴുങ്ങേണ്ട കാര്യം ഹനുമാനുണ്ടോ? ഹനുമാൻ ചെയ്തൊക്കെ നമ്മൾ ചെയ്യണം. നമ്മളും സൂര്യനെ വിഴുകണം. ഇവിടെ സൂര്യനെ വിഴുകുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അർത്ഥമാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി, അറിവ്, തേജസ്, ഇതാണ് സൂര്യൻ. അപ്പോൾ ക്ഷേത്രത്തിന്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ദേവത എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ ഏത് ദേവതയെ നിങ്ങൾക്ക് ഇപ്പോൾ വേണം? ഇത് കഴിയുമ്പോഴേക്ക് എനിക്ക് വിശപ്പ് വരും. അപ്പം എനിക്കിപ്പോൾ എന്ത് വേണം? അന്നപൂർണേശ്വരി എന്നൊരു ദേവതയുണ്ട്. അതിപ്പോൾ ആ ദേവതയെ പറ്റി അറിഞ്ഞില്ലെങ്കിലും ശരി, അന്നപൂർണേശ്വരിക്കാണല്ലോ അന്നം കഴിക്കാൻ പോകുന്നത്. അന്നം ദേവതയാണ്. ഇങ്ങനെ ഓരോന്നിനെയും നമ്മൾ ആദരിക്കണു. ഉറക്കം, നിദ്ര ദേവതയാണ്. നിദ്ര ഉറങ്ങണ്ടേ? രാത്രി ഉറക്കം വന്നില്ലെങ്കിൽ ഇതുപോലെ അസുഖമുണ്ടോ? ഉണർന്നിരിക്കണ്ടേ? അതും വേണ്ടേ? സദാ ഉണർന്നിരിക്കുന്നു. മധുര മീനാക്ഷി, മീനിന് കൺപോളകളില്ല, കണ്ണടക്കില്ല. 24 മണിക്കൂറും മീനാക്ഷി ഉണർന്നിരുന്നില്ലെങ്കിൽ ഈ ലോകത്തെ സകല ജീവജാലങ്ങളും ഇല്ലാതെയായി പോവില്ലേ? ഏത് സമയത്തും അമ്മ സഹായിക്കണ്ടേ? ഇത് കേൾക്കുന്ന ശ്രോതാക്കളുടെ കർണപുടങ്ങളിൽ വരെ ശ്രദ്ധ വേണ്ടേ? കർണപുടം ശരിയായിരുന്നാലല്ലേ ഇത് കേൾക്കാൻ തോന്നുള്ളൂ. അപ്പം ഈ ദേവതകളിൽ നമുക്ക് ഏത് ദേവത വേണം? അടുത്ത് 3 തവണ ഗർഭം അബോർഷനായിപ്പോയി ഒരു സ്ത്രീയുടെ. അപ്പം എൻ്റെ ഒരു കൗൺസിലിങ്ങിന് വന്നു. അവർക്കൊരു കുഞ്ഞ് ജനിക്കണമെന്ന് അത്ര മോഹം. ഞാൻ പറഞ്ഞു തൃശ്ശിനാപ്പള്ളിക്ക് അടുത്തൊരു സ്ഥലമുണ്ട്, ഗർഭരക്ഷാംബിക ക്ഷേത്രം. അവിടെ വെറുതെ ഒന്ന് പോയിക്കോളൂ. വഴിപാട് കഴിക്കണമെന്നോ വേണ്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ആ വൈബ്രേഷനിലൊന്ന് പോകൂ. ഞാനീ പറഞ്ഞ എന്താണ്? ഒരാൾ വന്ന് പറയാണ് നിങ്ങളുടെ കാലിൻ്റെ തള്ളവരലിൻ്റെ അവിടെ ഇന്ന പോലെ ഒരു സൂക്കുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയില്ലേ, അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഇന്നൊരു സ്ഥലത്ത് ബോംബെയിൽ ഇന്ന ആസ്പത്രിയിൽ 30ാമത്തെ മുറിയിലിരിക്കുന്ന ഒരാളെ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ്, ആ ആളെ കാണിച്ചോളൂ, സ്പെഷ്യലിസ്റ്റ്. അതുപോലെ ഗർഭരക്ഷാംബിക, ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ഗർഭരക്ഷാംബിക, നമുക്ക് അറിവ് തരുന്ന അംബിക, ഭാഗ്യം തരുന്നത് ഭാഗ്യാംബിക. അനവധി അംബികമാരുണ്ടായതുകൊണ്ടാണ് ഒരമ്പലത്തിൽ പോയാൽ ഇഷ്ടംപോലെ ദേവതകളുണ്ട്. ഇതിൽ നമുക്ക് ഏത് ദേവത വേണം തിരഞ്ഞെടുത്തോളൂ. ഒരു ദേവതയെ നമുക്ക് തൽക്കാലം ഉപാസിച്ചിരുന്നാലും ബാക്കി ഗുണങ്ങൾ കിട്ടും. അതും പറഞ്ഞുതരാം, ബാക്കി ഗുണങ്ങൾ കിട്ടും. കാരണം
സിമെന്റോ റേഷനോ ഒക്കെ കിട്ടണമെങ്കിൽ തഹസിൽദാർ ഓഫീസറുടെ അവിടെ തന്നെ കൊടുത്താൽ അപേക്ഷ കൊടുത്താൽ മതി, വേറെ പോണ്ട. ചിലപ്പോൾ പറയും ഞാൻ ഇത് നേരിട്ട് അവിടെ വരെ അയക്കും എന്നൊക്കെ പറഞ്ഞിരുന്നാൽ നമുക്ക് നേരിട്ടിട്ട് പ്രൈം മിനിസ്റ്റർക്കും അയക്കാം, ഇങ്ങനെയും ചെയ്യാം. എല്ലാ ദേവതകൾക്കും പ്രാധാന്യം ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൽ പറഞ്ഞത് സങ്കല്പം എന്നൊരു വാക്ക് ഒക്കെ പോയി. ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മളിത് പതിവായിട്ട് പറയുന്നതാണ്. ദേവതാ സങ്കല്പവും എന്ന് പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും ഇത് കേൾക്കുന്നവർ വിചാരിക്കും സങ്കല്പമല്ലേ, അവരുടെ മുഖാട് മാറി. ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ഇതെന്താ ഇത് ഇന്നതാന്നുള്ളത് സങ്കല്പ. സങ്കല്പം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം അല്ല എന്നപ്പോ വിചാരം. ഈ വാക്കിനെയാണ് ഏറ്റവും അധികം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണുന്ന വൃക്ഷവും ചെടികളും മാങ്കാവ് എന്നുള്ള സ്ഥലവും അവിടെ സുമന എന്ന വീടും ഇതൊക്കെ ഇവിടെ ഉണ്ടോ? അല്ല, ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഒക്കെ സങ്കല്പമാണോ? അല്ല, ഇതൊക്കെ എല്ലാം ഇവിടെ ഉണ്ടല്ലോ. കേരളം എന്നൊരു സ്ഥലവും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും തീവണ്ടിയും ഒക്കെ സങ്കല്പമല്ല, തീർച്ചയായോ സങ്കല്പമല്ല, അതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ സൃഷ്ടി നടക്കുമ്പോൾ സൃഷ്ടികർത്താവ് ഇവിടെ സൃഷ്ടി നടക്കണം എന്നുള്ള അങ്ങോട്ട് സങ്കല്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. സങ്കല്പം അങ്ങോട്ട് പ്രാവർത്തികമായി. അതെങ്ങനെയാന്ന് ചോദിക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ ചെയ്യുക? സങ്കല്പിക്കുന്നു. കന്യാകുമാരി പുസ്തകം വായിക്കുമ്പോൾ പ്രഭാഷകൻ പട്ടാമ്പി ഗോകുമാർ പറഞ്ഞു, എനിക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകണം. കേദാറും. അപ്പൊ കേദാറിലേക്ക് പോകുമ്പോഴും ബോധം കെട്ട് വീണതും എൻ്റെ ഭാര്യയെ കൊട്ടയിൽ ചുമന്ന് കൊണ്ടുപോയതും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയണ എന്താണ്, എനിക്ക് അവിടെ പോകണമെന്ന്. അവിടുത്തെ ക്ലേശമൊക്കെ പറഞ്ഞപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു സങ്കല്പിച്ച് അവിടെ ഇടൂ, ഒന്നും ചെയ്യണ്ട, സങ്കല്പിച്ചപ്പോ പ്രാവർത്തികമാവും. എങ്ങനെയാന്നുള്ളത് നോക്കണ്ട, ആദ്യം സങ്കല്പിച്ചിട്ട് എനിക്ക് ഇന്ന പോലെ ഒരു വീട് വേണം, നല്ല ഭർത്താവ് വേണം, നല്ല ഭാര്യ വേണം, അങ്ങോട്ട് അമർത്തി സങ്കല്പിക്കുക. അല്ല, പ്രാവർത്തികമാവണ്ടേ. കൂടുതൽ പോട്ടെ, പറയുമ്പോൾ കുറച്ച് ആഴമുള്ള ഒരു രഹസ്യം കൂടി പറയണമല്ലോ. ആട് സങ്കല്പിച്ചു ഓടണമെന്ന്, കാല് പ്രവർത്തിക്കണ്ടേ? കാല് പ്രവർത്തിച്ചാലല്ലേ ഓടാൻ പറ്റൂ. നമുക്കൊരു ആ ക്ഷീരക്കുട അവിടുന്ന് എടുക്കണം തോന്നി, കൈ പ്രവർത്തിക്കണം. എന്നാൽ അപ്പൊ ദൈവം ഏത് ആയുധം ഉപയോഗിച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കി? കൈകൊണ്ടോ കാലുകൊണ്ടോ ആണോ? ഒരു ആയുധം ഉപയോഗിച്ചില്ല, സങ്കല്പം മാത്രം. സങ്കല്പിച്ചു അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കോട്ടെ. അതിനെ പ്രതീകവൽക്കരിക്കുന്ന ഒരു ജീവി ഭൂമുഖത്തുണ്ട്, അതാണ് സർപ്പം. ഭുജംഗം എന്ന സർപ്പത്തെ വിളിക്കാൻ ഒരു കാരണമുണ്ട്. ഒരു ചെറിയ കുട്ടിക്ക് വരെ ഇഴഞ്ഞ് നീങ്ങണമെങ്കിൽ കയ്യും കാലും ഒക്കെ ഉപയോഗിക്കണം. നമുക്ക് ഏതെങ്കിലും കയ്യോ കാലോ വിരലോ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ഒന്നും ചെയ്യാൻ വയ്യ. ദൈവം സങ്കല്പിച്ചു. സർപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോകണം എന്ന് അങ്ങോട്ട് സങ്കല്പിച്ചു. അതിന് കയ്യുമില്ല, കാലുമില്ല, ഒന്നുമില്ല. ഇഴയണമെന്നും സങ്കല്പിക്കുന്നില്ല, അതങ്ങോട്ട് പോകും. സങ്കല്പിച്ച സ്ഥലത്തോടെ എത്തും. ഇതാണ് സർപ്പം. അതിന് ഇവിടുന്ന് പോകണം സങ്കല്പിച്ചു. ഈ സർപ്പത്തിന്റെ രൂപമാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ പരമാണുവിന്. ഏറ്റവും ചെറുതാണ്. ആ ഗുണം ഈ അണുവിനുണ്ടെങ്കിൽ സർപ്പവും ദേവമാരി ഒരുപോലെയല്ലേ? രണ്ട് വ്യക്തികൾക്ക് ഒരേ ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വ്യക്തിയുടെ 90% മറ്റാളിലുണ്ടെന്ന് തീർച്ചയാണല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ് ഉള്ളത് എന്താണ്?
ഏറ്റവും വലിയ ആചാര്യന്മാർ പറയും പതഞ്ജലി എന്ന മഹർഷി ഒരു സർപ്പമായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പാമ്പോ. സർപ്പങ്ങൾ പല വിധത്തിലുള്ള സർപ്പങ്ങളുമുണ്ട്. അതിലേതാ വലുത് ചെറുതെന്ന് പറയുന്നില്ല. സർപ്പങ്ങളിൽ വളരെ ശ്രേഷ്ഠരായിട്ടുള്ള ആദരിക്കപ്പെടുന്നതുണ്ട്. എല്ലാ സർപ്പത്തിനെയും ആദരിക്കണം. കാരണം ഈ ഗുണങ്ങൾ സർപ്പത്തിന് ഉണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പം എലിയെ ആദരിക്കണ്ടേ, എട്ടുകാലി ഇവിടെ? അത് വേറെ വിഷയമാണ്, അത് ആദരിക്കണം. അത് പിന്നെ പറയും. എട്ടുകാലിയെ എലിയല്ലോ ഇവിടെ വിഷയം. ഒരു പ്രത്യേക വിഷയം പറയുമ്പോൾ ഉദാഹരണമായിട്ട് സർപ്പത്തിനെ എടുത്തുകയാണ്. എട്ടുകാലിയുടെ പേരാണ് ശ്രീ എന്ന്. അങ്ങനെയാണ് ശ്രീ കാളഹസ്തി എന്ന് വന്നത്. ഞാനൊരു ലേഖനത്തിൽ എഴുതിയപ്പോൾ ഏതൊരാൾ പത്രാധിപർക്ക് കത്തയച്ചു. എന്ത് പൊട്ടത്തരാണ് ഈ പറഞ്ഞത്, എട്ടുകാലി ശ്രീ എന്ന് വിളിക്കുക. അങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രീ പി ആർ നാന്ന് ഞാൻ കത്തയക്കുമ്പോൾ എട്ടുകാലി പി ആർ നാന്നുണ്ട് കത്തയക്കുന്നു. അപ്പോൾ പത്രാധിപർ പിന്നെ ഒന്നും ആലോചിക്കാതെ ഞാൻ എഴുതാൻ സാധ്യതയില്ലാതുള്ളൂ. എന്നോട് വിളിച്ചു പറഞ്ഞു, ആ അദ്ദേഹത്തോട് വേണമെങ്കിൽ മറുപടി പറയൂ, അദ്ദേഹത്തിൻ്റെ കത്ത് നിങ്ങൾ പബ്ലിഷ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയും ചെയ്തു. എട്ടുകാലിക്ക് വേറെ പ്രാധാന്യം, പഴുതാരയ്ക്ക് വേറെ പ്രാധാന്യം, പന്നി ഇതിലേറെ കേമം. ഈ ഭൂമിയിൽ ഒന്നും മോശമല്ല. ഒരു കാര്യം പറയുമ്പോഴുള്ള ഉദാഹരണം, ഇപ്പോൾ മൂകാംബിക ക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രാധാന്യം. സത്യസായി ബാബ എന്ന് പറഞ്ഞാൽ ഗുരുത്വത്തിൻ്റെ പ്രാധാന്യം. ഓരോ വിഷയമാണ്, ഓരോ ദേവതയാണ്. സങ്കല്പം എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ യാഥാർത്ഥ്യമാണ്. ദൈവം സങ്കല്പിച്ചിട്ട് ഉണ്ടായതാണ് ഇത് സങ്കല്പം, ഇത് യാഥാർത്ഥ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വയർലെസ് കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ഒരാൾ സങ്കല്പിച്ചു. സങ്കല്പിച്ചിട്ടോ അത് യാഥാർത്ഥ്യമായിന്ന്. ആളില്ലെങ്കിലും മുത്തച്ഛൻ്റെ സങ്കല്പമായിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെ വേണമെന്ന്. ഇപ്പം മരുവനാണ്, മകൻ്റെ മകനാണ്. മകൻ്റെ മകൻ മുത്തച്ഛനെ കണ്ടിട്ടേ ഇല്ല. ആ മുത്തച്ഛൻ്റെ സങ്കല്പമാണ് ഇപ്പോൾ പ്രാവർത്തിയായത്. അപ്പം നമ്മൾ ഓരോരുത്തരുടെയും സങ്കല്പം. ഇപ്പം മാങ്കാവിൽ എൻ്റെ വീട്ടിലിരുന്നിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ മുറിയിലിരുന്നിട്ടാണ് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത്. ഇവിടെ വീട് വയ്ക്കാൻ സങ്കല്പിച്ച് ഞാനല്ല എൻ്റെ ഭാര്യ. പ്ലാൻ ഞാൻ നോക്കിയിട്ടെന്നില്ല. ആ പ്ലാനിൽ ഇങ്ങനെ ഒരു സ്വകാര്യ മുറി വേണം. ബാക്കി പലരും എന്നെ കാണാൻ വന്നാൽ അടുക്കളയുടെ പണിയോ നടക്കില്ല, സ്വീകരണ മുറിയിൽ ഇരുന്ന് വർത്തമാനം നടക്കും. ഇത് വാതിലടച്ചാൽ ആർക്കും വന്നിട്ട് എന്നെ കാണുകയും ചെയ്യാം, കൗൺസിലിംഗ് വന്നവർക്ക് പോകാൻ പറ്റും. ഒരു വ്യക്തിയുടെ സങ്കല്പമാണ്. അപ്പം സങ്കല്പത്തിന് ദേവതാ സങ്കല്പം എന്നൊരു കേട്ട ഉടനെ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് അർത്ഥമില്ലായ്മ അല്ല. സങ്കല്പം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം എന്ന് തന്നെയാണ് അർത്ഥം. എങ്കിൽ പിന്നെ യാഥാർത്ഥ്യം എന്നൊക്കെ പറയണമെന്ന് ചോദിച്ചാൽ ഇത് വാക്കിൻ്റെ ഒരു കളിയാണ്. എന്നാൽ പിന്നെ സങ്കല്പം എന്ന് പറയണോ, യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ വ്യാവഹാരിക ലോകത്ത് നമ്മൾ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ദേവതകളാണ് ക്ഷേത്രങ്ങളിൽ ഉള്ളത്. ഈ ക്ഷേത്രങ്ങൾ പലതരം ക്ഷേത്രങ്ങൾ ഉണ്ട്. ശരീരം തന്നെ ക്ഷേത്രമെന്ന് പറഞ്ഞു, വീട് ക്ഷേത്രമെന്ന് പറഞ്ഞു, പള്ളിക്കൂടങ്ങൾ ക്ഷേത്രമാണ്, സരസ്വതി ക്ഷേത്രങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ അനവധി തരം ക്ഷേത്രം ഉണ്ട്. എല്ലാ ആരാധനാലയങ്ങളെന്ന് ഒറ്റ വാക്കിലൊന്നും പറഞ്ഞാൽ ശരിയാകുകയില്ല. അപ്പം ആ ക്ഷേത്രമുണ്ട്, ദേവതയുണ്ട്. ഇതിൽ അൻപലം എന്ന് പറയുന്നത്, അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം. നമുക്ക് സ്നേഹം എന്നാണ് കേട്ട ഉടനെ ഓരോ വാക്കിൻ്റെ അർത്ഥം പറയേണ്ടി വരുന്നതാണ്. നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ സ്നേഹം, പ്രേമം എന്നിട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഓർമ്മ വന്നു സിനിമയിലെ പ്രേമം. ഏറ്റവും മഹത്തായുള്ള വികാരമാണ് പ്രേമം. പ്രേമത്തിനേക്കാൾ വലുതൊന്നുമില്ല. അപ്പം സിനിമയിലെ പ്രേമരംഗങ്ങൾ സ്ത്രീയും പുരുഷനും കൂടി പാട്ടുപാടി ഇങ്ങനെ നീങ്ങുന്ന കണ്ട് കണ്ട് നമുക്ക് ശീലമായിട്ട് പ്രേമം എന്ന് പറഞ്ഞാൽ അതാണ് അങ്ങോട്ട് പെട്ടെന്ന് ഓടുക. സകല ചരാചരങ്ങളോടും ഒരുപോലെയുള്ള പ്രതിപത്തിയുടെ പേരാണ് പ്രേമം. സൂര്യൻ്റെ പ്രേമം കൊണ്ടാണ് നാം ഇപ്പം ഇവിടെ ഇരിക്കുന്നത്. പൂനിലാവ് ഉള്ളപ്പോൾ ചന്ദ്രൻ്റെ പ്രേമം.
എല്ലാവർക്കും ഒരേ മാതിരി. ആ നിലാവത്ത് ഈ പ്രേമത്തിന്റെ ആളുകളാണ് നമ്മൾ കാണുന്ന വൃക്ഷങ്ങളും ചെടികളും ഒക്കെ. എല്ലാവർക്കും പ്ലാവിൽ ചക്ക ഉണ്ടാവുന്ന എല്ലാവർക്കും. കൂടുതൽ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് പ്ലാവ്. പ്ലാവില ഉറങ്ങില്ല. അപ്പോൾ പഴുത്ത പ്ലാവിലയെ നമ്മൾ ചില ഔഷധങ്ങളിൽ ഉപയോഗിക്കും, തമോ ഗുണം നീങ്ങിക്കിട്ടാൻ. തമോ ഗുണം വേണം താനും. നീങ്ങിക്കിട്ടാച്ച തമോ ഗുണം അങ്ങോട്ട് ഇല്ലാതാക്കണമെന്നൊന്നും പറയരുത്. അൻപ് എന്ന് പറഞ്ഞ സ്നേഹമാണ്. ഈ ഭൂമിയിൽ സ്നേഹമല്ലാതൊന്നുമില്ല. അതിൻ്റെ ആലയം, അതിൽ ലയിക്കുന്നത്, സ്നേഹത്തിൽ ലയിക്കുന്ന ഏത് സ്ഥാപനത്തെയും നിങ്ങൾ അമ്പലം എന്ന് വിളിച്ചോളൂ. എൻ്റെ വീടൊരമ്പലമാണ്, നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ, അങ്ങനെ പറയണം. ഇവിടെ സ്നേഹമാണ് മുഴുവൻ. ഈ ലോകം തന്നെ ഒരു അമ്പലം ആണ്. അപ്പം അമ്പലം എന്ന് പറയുമ്പോൾ താരതമ്യേന അത്ര അർത്ഥമേ നമ്മൾ കരുതുണ്ടു അമ്പലത്തിന്. ആരാധനാലയം എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആലയം, ആരാധനാലയം. ഭജന പാടുന്ന സ്ഥലം, ഇതിനൊക്കെ ആരാധനാലയം എന്ന് പറയും. പിന്നെ വനനശീകരണം ഉണ്ടാവാതിരിക്കാനും വനത്തോട് ചേർന്ന് താമസിക്കുന്ന വ്യക്തികൾ വനത്തിൽ കാവുകൾ സ്ഥാപിച്ചു. കാവ് എന്ന് പറഞ്ഞാൽ അധികവും ആ സ്ഥാപിച്ചവർ ഒരു ദേവതയെ അവിടെ സ്ഥാപിക്കുക. ഓടക്കാളി, അങ്ങനെ പല ദേവതകളുണ്ട്. ഓരോരുത്തർക്കും ഓരോന്ന് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ വനം നശിക്കാതെ അവിടെ നിൽക്കണം. ആ വനത്തിൽ ദേവതയെ സ്ഥാപിക്കുമ്പോൾ ഒരു തളിരിലയ്ക്ക് പോലും കോട്ടം വരരുത്, മുറിക്കരുത്. ഇതാണ് കാവ്. ദക്ഷിണേന്ത്യയിലെ 1-ാം നമ്പർ എന്നൊക്കെ വിളിക്കാവുന്ന കൂടുതലുള്ള ദേവാലയത്തിൽ 50 കൊല്ലം മുമ്പ് ഞാൻ പോയിരുന്നു. അവിടെ മുഴുവൻ വേപ്പുമരങ്ങളാണ്. വേപ്പുമരങ്ങളെ സംരക്ഷിച്ച് വേപ്പുമരങ്ങളുടെ ഇടയിൽ രോഗികളെ കൊണ്ടുപോയി കിടത്തും. ആ വേപ്പുമരത്തിൻ്റെ കാറ്റിന് മാരകമായി പകരുന്ന അസുഖങ്ങൾ മാറ്റാനുള്ള ശക്തി ഉണ്ട്. അവിടെ പോയിട്ട് കിടത്തിയാൽ മാത്രം മതി. കാരണം ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമായിട്ടുള്ള കഥ, ആ വേപ്പുമരമായിട്ടുള്ള ബന്ധം, അത് വിസ്തരിക്കാൻ ഒരു 3 മണിക്കൂർ നമുക്ക് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ വിസ്തരിക്കുന്നില്ല. അടുത്ത കാലത്ത് വീണ്ടും പോയി അവിടെ വേപ്പുമരമൊക്കെ മുറിച്ചു. വഴിപാടിൻ്റെ കൗണ്ടറാണ് അവിടെ, വഴിപാട് നടത്താൻ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ഇപ്പം ഇത് ഉദ്ദേശിക്കുന്നത്? അപ്പം അങ്ങനെ വരുമ്പോൾ വനത്തിലെ ഒരു വൃക്ഷത്തിനും ഒന്നും സംഭവിക്കാതിരിക്കാൻ അവിടുത്തെ ദേവത അധികവും വനവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അതിനെ കാവുകൾ എന്നാണ് വിളിക്കുക. കാവ് എന്ന് വിളിക്കുമ്പോൾ ഒരു 2-ാം തരം തോന്നിയുകൊണ്ട് അനവധി കാവുകൾ ഇപ്പോൾ ക്ഷേത്രമായിട്ടുണ്ട്. വിവാദ വിഷയം ഞാൻ പറയില്ല, സ്വഭാവമില്ലാത്തതുകൊണ്ട് ഞാൻ എനിക്കൊന്നും കിടക്കുന്നില്ല. അടുത്ത കാലം വരി കാവ് കാവ് എന്ന് വിളിച്ചത്. ഇപ്പം അത് ക്ഷേത്രം എന്ന് വിളിക്കുമ്പോൾ വിളിക്കരുതോ ഒന്നും പറയുന്നില്ല. വനത്തിലെ ഒരു തളിര് പോലും മാറരുത്. അവിടെ വനവുമായിട്ട് ബന്ധപ്പെട്ട ദേവതയുടെ വിഗ്രഹം വയ്ക്കും. അടുത്തൊരു പുഴയുണ്ടാവും. വർഷക്കാലത്ത് പുഴവെള്ളം കയറും. ഇന്ന് നമ്മൾ ഒരു തുള്ളി വെള്ളം വീട്ടിലേക്ക് വരുമ്പോഴേക്കും ചീത്താറടങ്ങും. അയ്യോ, വെള്ളം എവിടെയായി? മുറ്റത്ത് വെള്ളമായി, മുറ്റത്ത് വെള്ളമായി. മുറ്റത്തേക്ക് വെള്ളം ഇവിടെ കിടക്കാൻ പാടില്ല. അപ്പം വെള്ളം ഇവിടുന്ന് കളയണം. മഴ പെയ്യുമ്പോഴേക്കും നമുക്ക് പ്രകൃതി എന്ന അമൃത് സൂക്ഷിച്ച് വെക്കാതെ മുഴുവൻ പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് പുഴയിലേക്കായി. പുഴ അങ്ങനെ സമുദ്രത്തെ കൊണ്ടാക്കി. ഇപ്പം എന്തിനാ ഈ മഴ പെയ്ത്?
അത് ശേഖരിച്ച് വെക്കണ്ടേ? ഈ വനങ്ങൾ അത് ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തായി എന്തായി എന്നിങ്ങനെ ഗ്രാമീണർ ചോദിക്കും. ഇത് മൂടി മൂടി അവിടുത്തെ ദേവതയുടെ വിഗ്രഹവും മൂടും. ആ വിഗ്രഹം മൂടിയിട്ടോ എന്നാണ് പറഞ്ഞാൽ ആറാട്ടായി എന്നാണ് അർത്ഥം. അതിന്റെ പേരാണ് ആറാട്ട്. സകലവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ വെള്ളത്തിലാണ് മുങ്ങും. വെള്ളത്തിൽ എല്ലാവരും മുങ്ങും. കാരണം ദേവി മുങ്ങി വെള്ളത്തിൽ, ആറാട്ടായി. നമ്മളൊക്കെ ആ വെള്ളത്തിലാണ് മുങ്ങും, അച്ഛനും അമ്മയും മക്കളൊക്കെ. ഇതിന്റെ പേരാണ് ആറാട്ട്. ആറാട്ടിന്റെ അർത്ഥം ഇപ്പം എവിടെ കൊണ്ടുപോയി എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ആറാട്ട് ആറാട്ട് എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പ്രസംഗത്തിനെ കുറിച്ച് പറഞ്ഞ കേൾക്കാം. അത് ആ ദേവതകളുടെ പ്രസക്തി പ്രകൃതി സംരക്ഷണത്തെ ആണ്. ഒന്ന് വലുത് ഒന്ന് ചെറുത് എന്ന് പറയാനായിട്ട് കഴിയില്ല. നമ്മുടെ വീടിനോട് ചേർന്നിട്ടൊരു പ്രകൃതി ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു, അതിനെ പാമ്പുകാവായി സങ്കല്പിച്ചു, അവിടുത്തെ ഇല പൊട്ടിക്കാതിരുന്നു. അപ്പം അത്രയും നമുക്കൊരു വനസങ്കല്പം നമുക്ക് കിട്ടി. അപ്പം ആ വനസങ്കല്പം കിട്ടുമ്പോൾ അതിനെ നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. ആധുനിക ലോകത്ത് അതിന് പലപ്പോഴും പറ്റില്ല. കാവുകൾ എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശം. ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ ഗുണം അമ്പലത്തിനും കാവുകൾക്കൊക്കെ വേണം. എല്ലാവർക്കും എല്ലാ ഗുണവും വേണമല്ലോ. ചില പ്രത്യേക സ്ഥലങ്ങളിലാണ് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുക. ഈശ്വരൻ ഇല്ലാത്ത സ്ഥലമുണ്ടോ? എന്ത് ഈ പ്രത്യേക സ്ഥലം? എവിടെയുണ്ട് ഈശ്വരൻ? നമ്മൾ മലിനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞോടത്തിലും ഈശ്വരനുണ്ട്. അപ്പം എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും വെള്ളമില്ലാത്ത സ്ഥലമുണ്ടോ? വെള്ളമില്ലാത്ത സ്ഥലം നമ്മൾ പറയും മരുഭൂമി വെള്ളമില്ല. നമ്മളോട് പറയുമ്പോൾ മരുഭൂമിയിൽ വെള്ളമില്ലാതെ സമ്മതിക്കും. ഒരു കട്ടാർവാളോട് ചോദിച്ചാലോ, അവിടെ വെള്ളമൊന്നും കിട്ടിയില്ലെങ്കിൽ ശരി, അതിന് വളരാൻ പറ്റും. നാം വെള്ളത്തെ കാണുന്നില്ല, അറ്റ്മോസ്ഫിയറിൽ വെള്ളമുണ്ട്. നമുക്ക് വേണ്ടുന്ന എല്ലാ വിറ്റാമിനും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വെയിലുണ്ടാൽ മതി. വിറ്റാമിൻ ഡി മാത്രമല്ല വെയിൽ തരുന്നത്. ഞാനിപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ ചിലവർക്ക് എന്താ ഈ വഴി കൂടെ 11:30 മണിക്കൊക്കെ പോകും. എന്തിന്? കത്ത് പോസ്റ്റ് ചെയ്യാൻ. ഒരു കത്ത് പോസ്റ്റ്, എൻ്റെ വീടിന് മുമ്പ് തന്നെ ലെറ്റർ ബോക്സ് ഉണ്ട്. പിന്നെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പോകണം. എന്തിനാ? എന്നാൽ ഈ വഴി കൂടെ പോയിക്കൂടെ? ആ വഴി കൂടെ പോയി അവിടെ തണല, വെയിലുള്ളണെങ്കിൽ ഈ വഴി കൂടെ പോകണം. അതാരോടും പറയില്ല. കാരണം എന്താ വെച്ചാൽ ആളുകൾ കളിയാക്കുമല്ലോ നമ്മൾ. വെയിൽ കൊള്ളണം. ആ വെയിൽ കൊള്ളുമ്പോൾ അതിൽ ജലാംശമുണ്ട്. പഞ്ചഭൂതങ്ങൾ 5 5 ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഇതൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ വന്നാൽ സകലോടത്തിലും ജലാംശം ഉണ്ടെന്ന് വെച്ചാൽ കിണർ കുഴിക്കണ്ടേ? നമ്മൾ യുക്തിഭദ്രമായിട്ടേ പറയാവൂ. നിങ്ങളിപ്പോൾ എങ്ങനെ പറഞ്ഞു? പിന്നെ നിങ്ങളെന്താ വീട്ടിൽ കിണർ കുഴിച്ചിട്ടുണ്ട്? വെള്ളം എല്ലാ സ്ഥലത്തും ഉണ്ട്. ഈ വെള്ളത്തിനെ സ്വീകരിക്കാനുള്ളൊരു കപ്പാസിറ്റിയോ അറിവോ എനിക്കില്ല. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇരിക്കുന്ന മുറിയിലെ ജലാംശത്തെ ക്രോഡീകരിച്ച് ഒരു ഗ്ലാസ്സിലേക്കാക്കി എനിക്ക് കുടിക്കാനുള്ള വിവരോ കഴിവോ എനിക്കില്ല. ഇവിടെയുള്ള ടെമ്പറേച്ചറിനെ കേന്ദ്രീകരിച്ച് ഒരു ചായ തിളപ്പിക്കാൻ, സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ കേട്ടോ, ചായ തിളപ്പിക്കാനുള്ള വിവരം എനിക്കില്ല. അപ്പം എന്ത് ചെയ്തൊരു ഹീറ്ററിൻ്റെ അടുത്തേക്ക് പോയി. അതുപോലെ എല്ലാ സ്ഥലത്തും വെള്ളം ഉണ്ടെങ്കിലും കിണർ കുഴിക്കും മാതിരി ഈ ഭൂമിയിൽ നെഗറ്റീവായിട്ടുള്ള സ്ഥലം എന്നൊന്നില്ലെങ്കിലും പോസിറ്റീവായ സ്ഥലങ്ങൾ ഉണ്ട്. ക്ഷേത്രം സ്ഥാപിക്കാൻ പോസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കുക.
ഇഴഞ്ഞ് നീങ്ങുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടോ? പെർമനൻ്റ് ആയിട്ട് ഒരിടത്ത് കിടത്തുക. കുറച്ച് കഴിഞ്ഞാൽ കുട്ടി അവിടുന്ന് നീങ്ങിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. അമ്മമാർ പറയും ഇവിടെ കിടത്തിയാൽ പെർമനൻ്റ് ആയിട്ട് അവിടെ പോയി കിടക്കും. എന്താ കാരണം? ആ കുട്ടിയുടെ ശക്തി വിശേഷത്തനുസരിച്ച് അവിടുത്തെ പോസിറ്റീവ് ഊർജമുള്ള സ്ഥലത്തേക്കാണ് പോവുക. നെഗറ്റീവ് ഊർജമുള്ള സ്ഥലത്തേക്കല്ല കുട്ടി പോവുക. കാരണം കുട്ടിയിലപ്പോൾ പോസിറ്റീവ് ഊർജമാണ് പ്രതിഫലിക്കുന്നത്. ആധാര ചക്രങ്ങളൊക്കെ നോർമലാണ്. കുട്ടി മുതിർന്ന് മീശയൊക്കെ വെച്ചാൽ നെഗറ്റീവ് ഊർജമുള്ള സ്ഥലത്തേക്ക് പോകും. വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പോവും. അത് വേറെ കാര്യം. ഇത് ആധാര ചക്രങ്ങൾ നോർമലാകുമ്പോൾ അപ്പോൾ ഭൂമിയിൽ പോസിറ്റീവ് വൈബ്രേഷനുള്ള സ്ഥലം ഉണ്ട്. വീട് വെക്കണമെങ്കിൽ അത് കണ്ടെത്തുന്നത് നല്ലതാണ്. അതിൻ്റെ ചില രീതികളൊക്കെ ഉണ്ട്. ആ രീതി എന്താണെന്ന് വെച്ചാൽ പണ്ട് ക്ഷേത്രങ്ങൾ പണിയുമ്പോൾ ആ ക്ഷേത്രങ്ങളിലെ സ്ഥലം, ആ സ്ഥലത്തിൽ പോസിറ്റീവ് ഊർജമുള്ള സ്ഥലം എങ്ങനെയാണെന്ന് കണ്ടെത്തും. അത് മറ്റൊരു വിഷയമാണ്. ഇപ്പം താരതമ്യേന ക്ഷേത്രങ്ങളും ദേവതാസങ്കല്പവും എന്നുള്ള വിഷയത്തെക്കുറിച്ചൊരു പ്രാഥമികമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ പിന്നൊരിക്കൽ ചിന്തിക്കാം.